ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി ഒഴിച്ചക്കറിയാണ്. തൈരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഈ കറി നമ്മൾ തേങ്ങ ചേർക്കാതെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് തൈരാണ്. ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു തൈരിലേക്ക് ആ ഒരു സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ ഏത് കപ്പിലാണോ തൈര് എടുക്കുന്നത് ആ ഒരു സെയിം കപ്പിൽ തന്നെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ടിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാന് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവ ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ഇതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. ഇത് രണ്ടും ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കണം. പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ കറീൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഞാനിവിടെ 2 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഈ എണ്ണയിൽ കിടന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരണം. അങ്ങനെ അവിടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെയാണ്. ഈ കായപ്പൊടി നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലപ്പൊടികൾ എണ്ണയിൽ കിടന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരണം. അങ്ങനെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു തൈരിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ പുളി നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കറി തിളച്ച് പോവാതെ ശ്രദ്ധിക്കണം. കാരണം തിളച്ച് പോയി കഴിഞ്ഞാൽ ഈ തൈര് പിരിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറി ആകെ നാശമായി പോവും. അപ്പോൾ നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് അതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കറി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഈ ഒരു കറി നമുക്ക് വളരെ പെട്ടെന്ന് 5 മിനിറ്റും വേണ്ട അതിനും താഴെ സമയം കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അതുപോലെ ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. വീട്ടിൽ തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഈ ഒരു കറിയിൽ നമ്മൾ തേങ്ങ ചേർക്കാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും.
അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ മോര് കാച്ചിയെടുത്താൽ പിന്നെ എന്നും നിങ്ങൾ ഇതുപോലെ റെഡിയാക്കൂ. കാരണം അത്രയും ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അങ്ങനെ അത് അടിപൊളിയായിട്ടുള്ള മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.